ക്വസ്റ്റ്യൻ വരെ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ദർ ആർ 2 reasons ഫോർ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈന് മാറ്റം വരുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ. ഒന്ന്, ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിലുണ്ടാകുന്ന മാറ്റം. 2, ചേഞ്ചസ് ഇൻ ഇൻകം, വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പോൾ ബഡ്ജറ്റ് ലൈന് ചേഞ്ച് വരുന്നതിന് 2 റീസൺ. ഒന്ന്, സാധനങ്ങളുടെ വിലയിലുണ്ടാകുന്ന മാറ്റം. 2, വാങ്ങുന്ന ആളിൻ്റെ കയ്യിലെ വരുമാനത്തിലുള്ള മാറ്റം. അപ്പോൾ ഈ 2 റീസണാണ് ബഡ്ജറ്റ് ലൈന് ചേഞ്ച് കാണിക്കുന്നത്. ദർ ആർ 2 reasons ഫോർ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈൻ. 1 ഈസ് ചേഞ്ചസ് ഇൻ പ്രൈസ്, 2 ഈസ് ചേഞ്ചസ് ഇൻ ഇൻകം. ഈ ഡയഗ്രാം റഫായിട്ടൊന്ന് വരച്ചു വെച്ചോളണം. പടം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കണക്ക് ചെയ്യുമ്പോൾ ഈ പടങ്ങളുടെ അളവിൽ ഇതേ ഷേപ്പിൽ പടം കിട്ടും. പടം റഫായിട്ടൊന്ന് പേപ്പർ ഉണ്ടെങ്കിൽ വരച്ച് നോക്കിക്കോളൂ. ആദ്യ പടം കാണിക്കുന്നത് എക്സ് അല്ലെങ്കിൽ ഗുഡ് 1 എന്ന വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ വിലയുണ്ടാകുന്ന മാറ്റം മൂലം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ്. ഫസ്റ്റ് ഡയഗ്രാം ഷോസ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 1 അല്ലെങ്കിൽ ഗുഡ് എക്സ്. സെക്കൻഡ് ഡയഗ്രാം കാണിക്കുന്നത് വൈ എന്ന വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം. സി എന്ന ഡയഗ്രാം കാണിക്കുന്നത് ഒരാളിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം മൂലം ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതേ ഷേപ്പുകളിൽ പടം കിട്ടും. അപ്പോൾ 3 ഡയഗ്രാം. ഫസ്റ്റ് ഡയഗ്രാം കാണിക്കുന്നത് എക്സ് എന്ന വസ്തുവിലുണ്ടാകുന്ന വിലയിലെ മാറ്റം കാണിക്കും. രണ്ടാമത്തെ ഡയഗ്രാം വൈ എന്ന വസ്തുവിന് വില മാറുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം കാണിക്കും. 3, വാങ്ങുന്ന ആളിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം മൂലം ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം. ഇനി അടുത്തായിട്ട് ഒരു കണക്കാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇത് വെച്ചും കൊണ്ടുള്ളൊരു കണക്ക്, ഈ പടങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ കണക്ക് ബോർഡ് ചെയ്ത് കാണിച്ചു തരും, നോക്കിയിരിക്കണം. ഇതുപോലത്തെ ഒരു കണക്ക് പരീക്ഷയ്ക്ക് എപ്പോഴുള്ളതാണ്. എ കൺസ്യൂമർ വാണ്ട് ടു കൺസ്യൂം 2 ഗുഡ്സ്. മലയാളത്തിൽ, ഒരു ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങുന്നു. ഗുഡ് 1 ആൻഡ് ഗുഡ് 2. ദ പ്രൈസ് ഓഫ് ഗുഡ് 1 ഈസ് ₹4. ഈ 2 സാധനങ്ങളിൽ ഒന്നിൻ്റെ വില അല്ലെങ്കിൽ ആദ്യത്തെ ഗുഡിൻ്റെ വില 4 രൂപ. ആൻഡ് ഗുഡ് 2 ഈസ് ₹5. രണ്ടാമത്തെ സാധനത്തിൻ്റെ വില 5 രൂപ. ഒരു ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങുന്നു. ഒന്നാമത്തെ സാധനത്തിൻ്റെ വില 4 രൂപ, രണ്ടാമത്തെ സാധനത്തിൻ്റെ വില 5 രൂപ. കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് ₹20. ഈ സമയത്ത് ഇയാളുടെ വരുമാനം എന്ന് പറയുന്നത് 20 രൂപ. ചോദ്യം ഒന്നുകൂടെ. ഒരു ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പേരിട്ടാൽ ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും വിളിക്കാം. അതിൽ ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഗുഡ്സ് ആർ, ഈ 2 സാധനങ്ങളുടെ വില യഥാക്രമം ₹4, ₹5. മാറ്റി പറഞ്ഞാൽ ഗുഡ് 1ൻ്റെ വില 4 രൂപ, ഗുഡ് 2ൻ്റെ വില 5 രൂപ. കൺസ്യൂമറുടെ ഇൻകം, ഉപഭോക്താവിൻ്റെ വരുമാനം 20 രൂപ. ഇത്രയും വെച്ചും കൊണ്ട് ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. മാറ്റി പറഞ്ഞാൽ ഹൗ മച്ച് ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പർച്ചേസ്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. മാറ്റി പറഞ്ഞാൽ എത്രമാത്രം ഗുഡ് 1 ആണ് ഈ കൺസ്യൂമർ വാങ്ങുന്നതെന്ന് കാണിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ സി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഈ ചോദ്യം തിരിച്ച് എത്രമാത്രമാണ് ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ്. അപ്പം 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് BL, ബഡ്ജറ്റ് ലൈൻ. രണ്ടാമത്തെ ചോദ്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. മൂന്നാമത്തെ ചോദ്യം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇതിനെ മാറ്റി ചോദിക്കുന്നത് ഹൗ മച്ച് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ്. അടുത്ത ചോദ്യം ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ്. ചോദ്യം നമ്പർ ഡി. സ്ലോപ്പ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ചോദ്യം നമ്പർ ഇ. ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്. ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം വരച്ച് കാണിക്കുക. ഇഫ് ഇൻകം ഈസ് റുപ്പീസ് ഇൻക്രീസിങ് ടു 40. ഇൻകം എത്രയായാൽ, നേരത്തെ വരുമാനം 20 രൂപയാണ്, ഇവിടെ ഇൻകം 40 ആയിട്ട് മാറുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ചോദ്യങ്ങളൊന്നുകൂടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ. ചോദ്യം നമ്പർ ബി. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. മാറ്റി പറഞ്ഞാൽ ഹൗ മച്ച് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ് വിത്ത് ഹിസ് ഇൻകം. ചോദ്യം നമ്പർ സി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. മാറ്റി പറഞ്ഞാൽ ഹൗ മച്ച് ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 2
ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ്. ചോദ്യം നമ്പർ ഡി, സ്ലോപ്പ് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ചോദ്യം നമ്പർ ഇ, ഹൗ ഡസ് ദ ബി എൽ ചേഞ്ച്, ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ഇഫ് ഇൻകം ഇൻക്രീസ് ടു ₹40, അല്ലെങ്കിൽ ഇഫ് ഇൻകം ഈസ് ₹40, ഇൻകം 40 രൂപയാണെങ്കിൽ ഈ കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ചോദ്യം നമ്പർ എഫ്, ഹൗ ഡസ് ദ ബി എൽ ചേഞ്ച്, ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്, ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം കാണുക. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ടു ₹10, നേരത്തെ ഗുഡ് 2ൻ്റെ വില ക്വസ്റ്റ്യനിൽ 5 രൂപയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 5 എന്ന വില 10 രൂപയായിട്ട് മാറുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം വരച്ച് കാണിക്കുക. ചോദ്യം നമ്പർ ജി, വാട്ട് ഹാപ്പൻഡ് ടു ബി എൽ, വാട്ട് ഹാപ്പൻഡ് ടു ബഡ്ജറ്റ് ലൈൻ ഇഫ് ഇൻകം ആസ് വെൽ ആസ് പ്രൈസ് ഡബിൾഡ്, വരുമാനത്തിലെ മാറ്റവും പ്രൈസിലെ മാറ്റവും ഇരട്ടിയായാൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഇരട്ടിയാവുന്നത്. 4 8 ആവുമ്പോൾ, 5 10 ആവുമ്പോൾ, ഇൻകം 20 നിന്ന് 40 ആവുമ്പോൾ. അപ്പോൾ ചോദ്യങ്ങളാണ് ആദ്യം മനസ്സിലാവുള്ളത്. ഈ കണക്ക് പഠിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ചെയ്തു നോക്കാൻ പറ്റും. ഞാൻ ചോദിക്കുമോ? ക്വസ്റ്റ്യൻ നമ്പർ എ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബി എൽ. ആൻസർ ഇതേപോലെ ബോർഡിൽ ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി ചെയ്യാൻ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബി എൽ, ബഡ്ജറ്റ് ലൈൻ്റെ സമവാക്യം കണ്ടുപിടിക്കുക. ചോദ്യം നമ്പർ ബി, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, മാറ്റി പറഞ്ഞാൽ ബ്രാക്കറ്റ് എമൗണ്ട് ഓഫ് ഗുഡ് 2, അല്ലെങ്കിൽ ഹൗ മച്ച് ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ് 1 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ് വിത്ത് ഈസ് ഇൻകം. ചോദ്യം നമ്പർ സി, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, മാറ്റി പറഞ്ഞാൽ ഹൗ മച്ച് ഓഫ് ഗുഡ് 2 ദാറ്റ് എ കൺസ്യൂമർ ഈസ് പർച്ചേസിങ് ഫ്രം ഈസ് ഇൻകം. ചോദ്യം നമ്പർ ഡി, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ചോദ്യം നമ്പർ ഇ, ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്, ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്ത് ഇഫ് ഇൻകം ഈസ് ₹40, ഇൻകം 40 രൂപ ആവുമ്പോൾ. ചോദ്യം നമ്പർ എഫ്, ഹൗ ഡസ് ദ ബി എൽ ചേഞ്ച്, ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം കണ്ടുപിടിക്കുക. ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ബൈ ₹10, വില 10 രൂപയായിട്ട് കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം കാണുക. ചോദ്യം നമ്പർ ജി, വാട്ട് ഹാപ്പൻഡ് ടു ബി എൽ, ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു ഇഫ് ഇൻകം ആസ് വെൽ ആസ് പ്രൈസ് ഡബിൾഡ്, ഇൻകം പ്രൈസും ഡബിളായി വരുമ്പോൾ. ആൻസർ ചെയ്യാം. ആൻസർ എ, P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഹിൻ്റായിട്ട്, എം ഈസ് ഈക്വൽ ടു, എം എന്ന് പറയുന്ന വരുമാനം 20 രൂപ, P1 ഫസ്റ്റ് ഗുഡിൻ്റെ വില 4 രൂപ, P2 5 രൂപ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും ക്വസ്റ്റ്യനിൽ നിന്ന്. അതിവിടെ വേണം. ബ്രാക്കറ്റിൽ പറഞ്ഞാൽ 4x1 പ്ലസ് 5x2 ഈക്വൽ ടു എം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ വരി മാത്രം എഴുതിയാലും മതി. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം. മാറ്റി പറഞ്ഞാൽ 4x1 പ്ലസ് 5x2 ഈക്വൽ ടു എം. ചോദ്യം നമ്പർ ബി, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് സമം, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ബൈ P1. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാൻ പോണ ഇക്വേഷൻ ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ട് കിടപ്പാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എം ബൈ P1. ഇവിടെ എം എന്ന് പറയുമ്പോഴത്തേക്ക് 20, P1 എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഈക്വൽ ടു 5. ഇത് മനസ്സിലാവുന്ന ആളെന്ന് സി ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് ചെയ്യും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ബൈ P2. എം ഈസ് ഈക്വൽ ടു 20, P2 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഈക്വൽ ടു 4. മനസ്സിലായി കാണും. ക്വസ്റ്റ്യൻ നമ്പർ ഡി, സ്ലോപ്പ് ഓഫ് ബി എൽ, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ മൈനസ് P1 ബൈ P2 മൈനസ് P1 മൈനസ് 4/5
സമം 0.8 ആണോ നോക്കൂ. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കൂ. മൈനസ് P1 ബൈ P2 മൈനസ് 0.8 അല്ലെങ്കിൽ 0.8. ഇവിടെ വെച്ചുകൊണ്ട് ഒരു പടം വരയ്ക്കണം. ആദ്യത്തെ നോക്കിയോളി. ഈ പടം വരയ്ക്കുമ്പോൾ അളവെടുക്കാൻ പോകണം എങ്ങനെയാണെന്ന് നോക്കിയോളൂ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ ആൻസർ എത്രയാണോ അത് താഴെ വരണം. മീൻസ് 5. ഇവിടെ കൊടുക്കേണ്ടത് ഓർമ്മിച്ചോണം എല്ലാ പടം വരയ്ക്കുമ്പോഴും. ഇവിടെ 1, 2, 3, 4, 5. ഇവിടെ വരേണ്ടത് എപ്പോഴും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൻ്റെ ആൻസർ ആയിരിക്കണം. മീൻസ് ഇവിടെ 4. അപ്പോൾ 1, 2, 3, 4. ഈ 4നെയും ഈ രണ്ട് ആൻസറുകൾ 4നെയും 5നെയും ചേർത്ത് വരയ്ക്കുന്ന വരയുടെ പേരാണ് ബഡ്ജറ്റ് ലൈൻ. ഇവിടെ P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു M. ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ പൂർത്തിയായിരിക്കണം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് BL എന്ന് പറഞ്ഞാൽ P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു M. അപ്പം 4x1 പ്ലസ് 5x2 ഈക്വൽ ടു M. അടുത്ത ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണുക. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാറ്റി പറയുന്നതാണ് ഹൗ മച്ച് ഓഫ് ഗുഡ് 1 എന്ന് ചോദിക്കും. അത് ഇക്വേഷൻ ഹൊറിസോണ്ടലിൻ്റെത് M/P1 ആണ്. M എന്ന് പറഞ്ഞാൽ ഇൻകം, P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗുഡിൻ്റെ വില. അപ്പോൾ ME കണക്കിൽ 20 എന്ന് പറയുന്നു, P1ൻ്റെ വില 4. അങ്ങനെയാണെങ്കിൽ 20/4 അടിക്കുമ്പോൾ 5 എന്ന ആൻസർ വരും. ഇത് തിരിച്ച് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അവിടെ ഇക്വേഷൻ M/P2. ഇവിടെ M എന്ന് പറയുന്നത് 20 തന്നെ, P2ൻ്റെ വില 5. അങ്ങനെയാണെങ്കിൽ ഭാഗ്യം കിട്ടുന്ന ആൻസർ 4. ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ എപ്പോഴും മൈനസ് P1/P2 മൈനസ് 4/5 0.8. ഇത് വെച്ചും കൊണ്ട് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. പടം വരയ്ക്കുന്നതാണ് അറിയാനുള്ളത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എപ്പോഴും M/P1 ആണ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എപ്പോഴും M/P2 ആണ്. അങ്ങനെയാണെങ്കിൽ M/P1 വെച്ച് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 5 എന്നുള്ളത് താഴെയും വരണം. M/P2 എന്ന് പറയുന്നത് 4 എന്ന ആൻസർ മുകളിലും കിട്ടണം. ഇത് Y ആക്സിസ്, X ആക്സിസ് അതൊക്കെ അറിയാം. അപ്പോൾ ഈ 5ഉം 4ഉം കൂടെ ചേർത്ത് വരയ്ക്കുന്നത്, 5 എവിടെയാണ് 4 എവിടെയാണ്? ഹൊറിസോണ്ടലിൻ്റെ ആൻസർ 4, 5ഉം വെർട്ടിക്കലിൻ്റെ ആൻസർ 4ഉം കൂടെ ചേർത്ത് വരയ്ക്കുന്ന വരയുടെ പേരാണ് ബഡ്ജറ്റ് ലൈൻ. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്? ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഇഫ് ഇൻകം ഈസ് ₹40, ഇൻകം മാറി. എത്രയായിട്ട് മാറി? 20 എന്നുള്ള ഇൻകം 40 ആയിട്ട് മാറുന്നു. പക്ഷേ വിലകളിൽ മാറ്റം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ചേഞ്ച് 40 ആക്കി എടുക്കണം. ഇത് രണ്ടും അതേ വിലകളെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യണം. ഈ ആൻസർ കിട്ടാൻ ആദ്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് സമം M/P1 ആണെന്ന് നേരത്തെ പറഞ്ഞ്. അപ്പം 40/P1 എത്രയാണ്? 4. അപ്പം 40/4 10 മനസ്സിലായി കാണും. അടുത്ത ഇതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ തന്നെ ഇതെല്ലാം ചെയ്യണം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അവിടെ M/P2 മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ 40/5 സമം 8. ഇവിടെ 2 പുതിയ ആൻസർ വീണ്ടും വന്ന്. ഇവിടെ അടുത്ത വീണ്ടും അതിൻ്റെ സ്ലോപ്പ് ഇവിടെ കാണുമ്പോഴേ ഈയുടെ ആൻസർ ഫുള്ളാവുള്ളൂ. സ്ലോപ്പ് മൈനസ് P1/P2. ഇത് ബുദ്ധി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ആയിരിക്കും -4/5. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 0.8. ഇത് വെച്ചും കൊണ്ട് പുതിയ പടം അതിനകത്ത് വരണം. ആ ചേഞ്ച് പടം അതിനകത്ത് വരണം. എങ്ങനെയാണെന്ന് നോക്കിയോ. ഇവിടെ കിട്ടിയ ആൻസർ ഒരു 8ഉം ഒരു 10ഉം. ഈ 8ഉം 10ഉം എവിടെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ ആൻസർ താഴത്തെ വരയിൽ വരണം. അപ്പോൾ 5, 6, 7, 8. വെർട്ടിക്കലിൻ്റെ ആൻസർ, ഹൊറിസോണ്ടലിൻ്റെ ആൻസർ 8ഉം വെർട്ടിക്കലിൻ്റെ ആൻസർ 10ഉം. ഹൊറിസോണ്ടലിൻ്റെ ആൻസർ 10, വെർട്ടിക്കലിൻ്റെ ആൻസർ 8. അപ്പോൾ ഇവിടെ 8 വരെ മതി. ഇവിടെയാണ് 10 വരെ പോകണമെന്ന് പറഞ്ഞത്. ഒന്നും കൂടെ, ഹൊറിസോണ്ടലിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയിരിക്കുന്ന 10 ആണ്. ആ ഹൊറിസോണ്ടലിൻ്റെ ആൻസറാണ് എപ്പോഴും താഴത്തെ വരയിൽ വരേണ്ടത്. വെർട്ടിക്കലിൻ്റെ ആൻസർ ഇവിടെ 8 ആണ്. അതെപ്പോഴും മുകളിലത്തെ വരയിൽ വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വരച്ച ഓർമ്മയുണ്ടാവുമെങ്കിൽ
8ഉം 10ഉം കൂടെയാണ് യോജിപ്പിക്കാനുള്ളത്. 8 എവിടെ നിന്ന് 10 എവിടെ നിന്ന്? 8 മുകളിൽ നിന്നും യോജിപ്പിക്കണം, 10 താഴെ നിന്നും വരണം. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന ചേഞ്ച്. ഇവിടെ എം ഈസ് ഈക്വൽ ടു 20ൻ്റെതാണ്, ഇത് എം ഈസ് ഈക്വൽ ടു 40ൻ്റെ പടം. ഇത്രയും ചെയ്യുമ്പോൾ ഇവിടം വരെയുള്ള ആൻസർ ക്ലിയർ. ഏത് വരെ? ഈ വരെയുള്ള ആൻസർ പൂർത്തിയായി. അപ്പോൾ ഈ വരെയുള്ള ആൻസർ ഒന്നുകൂടെ നോക്കി. ചോദ്യങ്ങളെല്ലാം അതുപോലെ അടക്കട്ടെ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ബി എൽ. എങ്ങനെയാണ് ചെയ്യാനുള്ളത്? P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു എം. മാറ്റി എഴുതിയാൽ നമ്മളിങ്ങനെ എഴുതാം. മാറ്റി എഴുതുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, 4 ബ്രാക്കറ്റിനകത്താണേ, 4 ഏതാണെന്ന് പറഞ്ഞാൽ P1ൻ്റെ വരെ 4x1 പ്ലസ് 5x2 ഈക്വൽ ടു എം, 20. ബിയുടേത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. കാണുന്ന ഇക്വേഷൻ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ബൈ P1 ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എം എത്ര? 20, P1 4. അപ്പോൾ I4 20 അവിടെ കിട്ടി. സിയുടെ ആൻസർ ഇത് തിരിച്ച് ചെയ്താൽ മതി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എം ബൈ P2. ചെയ്യേണ്ടത് 20/5. അവിടെ ആൻസർ 4. അവിടെ തന്നെ ഡി എന്ന ആൻസർ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പടം വരയ്ക്കണം. സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ -P1/P2. അങ്ങനെയാണെങ്കിൽ -4/5 = 0.8. -4/5 0.8. ഇത് വെച്ചും കൊണ്ട് ആദ്യത്തെ പടം വരയ്ക്കുന്നു. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആദ്യത്തെ പടത്തിനകത്ത് ഒരു വര വരാവും, രണ്ടാമത്തെ പടത്തിനകത്താണ് ഇത് രണ്ടും വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ പടം വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ നോക്കിയോ. പടം ആദ്യത്തത് മാത്രം വരയ്ക്കുമ്പോൾ എങ്ങനെ? ഇതിൽ അളവെടുക്കുന്നതിൻ്റെ കാര്യം അറിയണം. ഈ 2 ആൻസറുകളാണ് ഇതിനകത്ത് എടുക്കാനുള്ളത്. ഹൊറിസോണ്ടലിൻ്റെ ആൻസർ എത്ര വരെയാണോ അത് താഴത്തെ വരയിൽ പോകണം. ഇവിടെ ആൻസർ 5 വരെയാണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5 ഇതിവിടെ കൊടുക്കണം. വെർട്ടിക്കലിൻ്റെ ആൻസർ ഈ ക്വസ്റ്റ്യനിൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ അത് മുകളിലത്തെ വരയിൽ കൊടുക്കണം. 1, 2, 3, 4. അപ്പോൾ ഈ 5ഉം 4 കൂടെ യോജിപ്പിക്കുന്ന വരയുടെ പേര് ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ 5 എവിടെ നിന്ന് 4 എവിടെ നിന്ന്? 5 താഴെ നിന്നും 4 മുകളിൽ നിന്നും ആയിരിക്കണം. ഇത് ആദ്യത്തെ പടം. ഇതാണ് P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു എം. ഇനി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇവിടം വരെയായി. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തൊട്ട് നോക്കിയോ. ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്? ഹൗ ഡസ് ദ BL ചേഞ്ച് ഇഫ് ഇൻകം ഇൻക്രീസ് ടു ₹40? ഇൻകം എത്രയായിട്ട് മാറുന്നു? ഇൻകം 40 രൂപയായിട്ട് മാറിയാൽ വീണ്ടും ഇത്രയും ചോദ്യം ഒന്നുകൂടെ ചെയ്യണം. അങ്ങനെയാണ്. ആദ്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണണം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ബൈ P1 സമം 40 P1ൻ്റെ വില 4. അങ്ങനെയാണെങ്കിൽ 10, 4, 40. അതേപോലെ അവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണുന്നത് എം ബൈ P2. അവിടെ ചെയ്യേണ്ടത് 40/5 = 8. അവിടെയും സ്ലോപ്പ് പഴയ ഇക്വേഷൻ തന്നെ, വിലയിൽ മാറ്റമില്ല. -4/5 ആയതുകൊണ്ട് -0.8 തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ഹൊറിസോണ്ടലിൻ്റെ ആൻസർ 10ഉം വെർട്ടിക്കലിൻ്റെ ആൻസർ 8ഉം. ഇത് രണ്ടുമാണ്. അടുത്ത പടമായിട്ട് തന്നെ വരയ്ക്കണം. ഇതിൽ കൂടെ വരയ്ക്കരുത്. അടുത്ത പടം വരച്ചതിന് ശേഷം അതിനകത്ത് ഇതുപോലെ വരണം. ആദ്യത്തെ വരയും കൂടെ വരണം. അപ്പോൾ ഈ രണ്ടാമത്തെ പടം വരയ്ക്കുമ്പോൾ എത്രയൊക്കെയാണ് ആൻസർ? 10ഉം 8ഉം. ഈ 10 എവിടെ നിന്ന് വരയ്ക്കണം? 8 എവിടെ നിന്ന് വരയ്ക്കണം? ഈ 10 ഹൊറിസോണ്ടലിൻ്റെ ആൻസർ ആയതുകൊണ്ട് അത് ഈ വരയിൽ എടുക്കണം. പുതിയ പടമാണ് വരയ്ക്കാനുള്ളത്. അത് ഈ വരയിലും. വെർട്ടിക്കലിൻ്റെ ആൻസർ 8 ആയതുകൊണ്ട് അത് ഈ വരയിലും എടുക്കണം. ഇത് ആദ്യത്തെ വര അതിനകത്ത് യോജിപ്പിച്ച് നിർത്തിയിട്ട് രണ്ടാമത് വരയ്ക്കണം. ഈ ചേഞ്ചാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡസ് ദ BL ചേഞ്ച്? അപ്പോൾ ഈ 8ഉം 10ഉം കൂടെ യോജിപ്പിച്ച് അടുത്ത പടം ഇതിനകത്ത് തന്നെ വര കിട്ടും. അതാണ് ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരെ പൂർത്തിയായി. ഇവിടെ വരെ ക്ലിയറായി. ഇനി അടുത്ത ചോദ്യം. ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്? ചോദ്യം നമ്പർ F ആണ്. ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച് ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ടു ₹10? ഗുഡ് 2ൻ്റെ വില മാറി. നേരത്തെ ഗുഡ് 1ൻ്റെ വിലയിൽ മാറ്റമില്ല. P1 കോൺസ്റ്റൻ്റ് ആണേ. 1ൻ്റെ വിലയിൽ മാറ്റമില്ല. 2ൻ്റെ വില മാറി. എത്രയായിട്ട് മാറി? 5 എന്നുള്ള വില 10 രൂപയായിട്ട് മാറുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ F ചെയ്യുന്നത് നോക്കിയിരിക്കണം. F എന്ന ചോദ്യം ഒന്നുകൂടെ കേൾക്കണം.
ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്? ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ബൈ ₹10, ഗുഡ് 2ൻ്റെ വില 10 രൂപയായിട്ട് കൂടി, P1 കോൺസ്റ്റൻറ്റ്. അപ്പോൾ എഴുതണം, ഇവിടെ മനസ്സിലാവേണ്ടത് എമ്മിൻ്റെ വില 40 എന്ന് എടുക്കരുത്, ഒറിജിനൽ എം ആയ 20 ആണെന്ന് മനസ്സിലാക്കണം. എമ്മിൻ്റെ വില 40 ആയിട്ട് ചെയ്യരുത്, ഒറിജിനൽ എം എടുക്കാവൂ 20. P1 പഴയ വില എന്നു പറഞ്ഞിട്ടുണ്ട് 4, P2 ആണ് അവിടെ മാറിയത് 10. ചോദ്യത്തിൽ മാറ്റം മനസ്സിലാവണം. എം ഒറിജിനൽ എന്നെ എടുത്ത് ചെയ്യണം, P1ൻ്റെ വില പഴയത് തന്നെയാണ്, പക്ഷേ P2 ആണ് ക്വസ്റ്റ്യനിൽ മാറിയത് 10. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഹൊറിസോണ്ടൽ കാണണം, വെർട്ടിക്കൽ കാണണം, സ്ലോപ്പ് കാണണം. ബോധം വേണേ. ഹൊറിസോണ്ടലിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു തന്ന് P1 ബൈ എം ബൈ P1, എം ബൈ P1. അപ്പോൾ എം എത്രയാണ്? 20 ആണ്. P1 എത്ര തന്നെ? 4. അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ I4 20 ആണെന്ന് നേരത്തെ അറിയാം. വെർട്ടിക്കലിൻ്റെ മാറ്റം എം ബൈ P2 ആണ് ഇക്വേഷൻ എന്നറിയാം. അപ്പോൾ 20 ബൈ P2 എന്ന് പറയുമ്പോഴത്തേക്ക് P2ൻ്റെ വില ഇപ്പോൾ ഇവിടെ ഇപ്പം 10. അപ്പോൾ ഇവിടെ ആൻസർ 2. സ്ലോപ്പ് മൈനസ് P1 ബൈ P2, മൈനസ് P1 ബൈ P2. അപ്പം മൈനസ് P1 എന്ന് പറയുമ്പോൾ മൈനസ് 4 ബൈ ഇവിടെ P2ൻ്റെ വില 10. അപ്പോൾ 4 ബൈ 10 കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കിക്കോണം, 2 പോയിൻ്റ് വരും. അപ്പോൾ ചോദ്യത്തിലെ എഫിൻ്റെ ആൻസർ ഹൗ ഡസ് ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ച്? പ്രൈസ് ഓഫ് ഗുഡ് 2 ഇൻക്രീസ് ബൈ ₹10, P1 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇതാ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിക്കോളണം. മൈനസ് 4 ബൈ സ്ലോപ്പ് ആണത് മൈനസ് 4 ബൈ 10, മൈനസ് 4 ബൈ 10 അടിച്ചു നോക്കിക്കോളി, മൈനസ് 4 ബൈ 10. .4 ആണോ നോക്കിയോ. മൈനസ് 4 ബൈ 10 അടിച്ച് നോക്കി കാൽക്കുലേറ്ററിൽ, 4 ബൈ 10 മതി. അപ്പം ഹൊറിസോണ്ടൽ കാണുന്നത് എം ബൈ P1, വെർട്ടിക്കൽ കാണുന്നത് എം ബൈ P2, സ്ലോപ്പ് കാണുന്നത് മൈനസ് P1 ബൈ P2. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻഡ് ടു BL ഇഫ് പ്രൈസ് ആസ് വെൽ ആസ് ഇൻകം ഡബിൾഡ്? ചോദ്യം മലയാളം മനസ്സിലാവണം. ഹൗ ഡസ് ദ BL ചേഞ്ച്? ഹൗ ഡസ് ദ BL ചേഞ്ച് ഇഫ് ഇൻകം ആസ് വെൽ ആസ് പ്രൈസ് ഡബിൾഡ്? ഇൻകം മാറി, 20 എന്നുള്ള ഇൻകം ആദ്യത്തെ ഒറിജിനൽ അത് മാറി 40. പ്രൈസ് ആദ്യത്തെ എന്ന് പറയുന്നത് ഒറിജിനൽ 4, ഇവിടെ മാറുമ്പോൾ 8 ഇരട്ടിയാകുമ്പോൾ. P2 ആദ്യത്തെ വില 5 ആണ്, അത് ഇരട്ടിയായപ്പോൾ 10. ഇപ്പം ചോദ്യത്തിലെ മാറ്റങ്ങൾ മനസ്സിലാവണം. ഹൗ ഡസ് ദ BL ചേഞ്ച്? ഹൗ ഡസ് ദ വാട്ട് ഹാപ്പൻഡ് ടു BL? ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? ഇഫ് ഇൻകം ആസ് വെൽ ആസ് പ്രൈസ് ഡബിൾഡ്, ഇൻകവും പ്രൈസസും ഡബിൾഡ് ആകുമ്പോൾ ആ മാറ്റം മനസ്സിലാവണം. ഇൻകം ആദ്യം 20 ആണ്, ഒറിജിനൽ ഇൻകം എന്നാൽ 20 ആണ്, ഈ ഇൻകം ഡബിൾ ആകുമ്പോൾ മീൻസ് 40 ആകുമ്പോൾ P1 നേരത്തെ ഒറിജിനൽ 4, അതിവിടെ ഡബിൾ ആയപ്പോൾ 8 ആവുന്നു. P2 നേരത്തെ 5 ആയിരുന്നു, ഒറിജിനലാണ് അത് 5, ഇവിടെ ഇരട്ടിയായപ്പോൾ 10. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത്രയും കാര്യങ്ങൾ ഒന്നേന്ന് ഏത്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു എം ബൈ P1, ദാറ്റ് ഈസ് എം എത്ര? 40 ബൈ P1 എത്ര? 8. അപ്പം 5 8 40 ആണോ നോക്കാം. അടുത്തത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എം ബൈ P2 നോക്കണം. എം 40, P2 എത്ര? 10. അങ്ങനെയാണെങ്കിൽ 4 തന്നെ നോക്കിയാണ്. സ്ലോപ്പ് മൈനസ് P1 ബൈ P2 ആണ്, മൈനസ് 8 ബൈ 10. 8നെ 10 കൊണ്ട് ഭാഗിക്കുക. നോക്കിക്കോളൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ ആൻസർ.